ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഒക്ടോബർ 21, 23 തീയതികളിലായിട്ട് നടത്താനിരുന്ന PSC പരീക്ഷകൾ മാറ്റിവെച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു പരീക്ഷ മാറ്റിയതിനെ തുടർന്ന് ഇനി അങ്ങോട്ട് പഠിക്കണോ, അല്ലെങ്കിൽ ഇനി എന്നാണ് എക്സാം ഉണ്ടാവുക, ഇതുവരെ പഠിച്ചതൊക്കെ വേസ്റ്റ് ആയി പോയോ, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഓരോ തവണയും PSC പരീക്ഷകൾ മാറ്റിവെക്കുന്ന സമയത്ത് ഒത്തിരി പേരുണ്ട് ഇതുവരെ പഠിച്ചതൊക്കെ വേസ്റ്റ് ആയി പോയി, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പഠിച്ചിട്ട് കാര്യമില്ല, PSC ഇത് സ്ഥിരമാണ് ഇങ്ങനെ എക്സാം മാറ്റിവെക്കുന്നത്, അപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് അറിയാവുന്നതാണല്ലേ. മഴ കാരണം ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ. ഓരോ നാട്ടിലെയും അവസ്ഥ അവരവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ ന്യൂസിലൂടെയൊക്കെ കാണുന്നതുമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ PSC പരീക്ഷകൾ മാറ്റിവെച്ചത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ PSC പരീക്ഷ മാറ്റിവെച്ചത് ഒരിക്കലും നമ്മുടെ എക്സാം അല്ലെ നീട്ടിവെക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ജോലി തരണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ടൊന്നും അല്ല. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ, ഈ മഴയുടെ കാരണം കൊണ്ട് ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന പരീക്ഷകളാണ്. അപ്പോൾ അത് നടത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒത്തിരി പേർക്ക് എഴുതാനായിട്ടൊന്നും പറ്റില്ല അല്ലെ. ഓരോ സ്ഥലത്തും ഓരോ ജില്ലയിലും കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഭയങ്കര അല്ലെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ മറികടന്ന് മഴയ്ക്ക് ഒരു ശമനമൊക്കെ ഉണ്ടായി, ഈ ഒരു അവസ്ഥയൊക്കെ മാറുന്ന സമയത്ത് ഉറപ്പായും എക്സാം നടത്തുന്നതായിരിക്കും. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഒക്ടോബർ 21, 23 തീയതികളിലെ പരീക്ഷകൾ മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി 30-ാം തീയതി ഒക്കെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള എക്സാമിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ആ സമയത്തേക്ക് മഴയൊക്കെ ഒന്ന് ശമിച്ച് ഒത്തിരി ഒതുങ്ങി ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരുവാണെങ്കിൽ ആ സമയത്ത് എന്തായാലും പരീക്ഷകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 23-ാം തീയതി വരെയുള്ള കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ആ പരീക്ഷ അടുത്തൊരു ഡേറ്റ് നമുക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എക്സാം ഇനി ഒത്തിരി അങ്ങോട്ട് വൈകത്തൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എക്സാം നടത്തുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് പഠനം സ്റ്റോപ്പ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന ടെൻഷൻ അടിച്ച് പഠിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പോസിറ്റീവായിട്ട് എടുക്കുക. ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് ഈ മഴയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തീർന്ന് നമുക്ക് എന്തായാലും ഉടനെ തന്നെ പരീക്ഷ ഉണ്ടാവും. അപ്പോൾ ഇപ്പം പഠിക്കുന്നവർ നമുക്ക് കുറച്ചുകൂടെ സമയം നീട്ടിക്കിട്ടി എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കുക, നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ 23-ാം തീയതി എക്സാം നടക്കും എന്നുള്ള ലെവലിൽ പഠിച്ചവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഏകദേശം സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാൻ കുറച്ച് സമയം കിട്ടി. ഇനി ഒട്ടും പഠിച്ച് തുടങ്ങാത്തവർക്കാണെങ്കിലോ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കൂടെ നീട്ടിക്കിട്ടിയതുകൊണ്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനും ഉള്ള സമയമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അതിനനുസരിച്ച് പഠിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഒട്ടും വൈകരുത്. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ നീട്ടിക്കിട്ടിയത് നമ്മൾ വളരെയധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇനി വരുന്ന പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസം നമ്മൾ മാക്സിമം നമ്മുടെ ചാനലിലൂടെയും വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും GKയുടെയും എല്ലാം തന്നെ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, SCRT ചാപ്റ്റർ, ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി എല്ലാം നമുക്ക് മാറും, നമുക്ക് പരീക്ഷകൾ വരും, നിങ്ങളെല്ലാവരും തന്നെ ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ എത്തുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടെൻഷൻ അടിക്കേണ്ട, എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതുപോലെ തന്നെ നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ലിസ്റ്റിൽ കയറിയില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുക, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ പരീക്ഷ വരുമ്പോഴല്ലേ അപ്പോഴത്തെ കാര്യം നമുക്ക് അപ്പം നോക്കാം. നമ്മൾ പഠിക്കുക, നമ്മുടെ ഡ്യൂട്ടി എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ PSCയുടെ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു പോവുക. എക്സാം എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പോയിട്ട് എക്സാം എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക്